അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ നമ്മളെല്ലാരെയും വെറുപ്പിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ജബ്രി എന്ന് പറഞ്ഞ കോംബോ അങ്ങനെ എൻഡിനകത്തേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അതിനൊരു തുടർക്കഥ ഉണ്ടാവുന്നൊന്നും തോന്നല്ല. കാര്യം ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെയാണ്. കാര്യം ഇപ്പൊ ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ജാസ്മിന്റെ അച്ഛൻ വിളിച്ചു. എന്നിട്ട് ജാസ്മിന്റെ അച്ഛൻ ജാസ്മിനോട് പല കാര്യങ്ങളും പുറത്ത് നടക്കുന്നത് പറഞ്ഞു കൊടുത്തു. അപ്പൊ പുള്ളിക്കാരൻ എന്തോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ജാസ്മിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്നിട്ട് ജാസ്മിൻ അങ്ങോട്ട് കരഞ്ഞ് വിളിച്ച് അങ്ങോട്ട് ഫുള്ള് കരഞ്ഞു വിളിച്ച് ജാസ്മിൻ ഒരു സൈഡിൽ കരയുന്നു, ഗബ്രി ഒരു സൈഡിൽ കരയുന്നു, വീട്ടുകാർ വേറൊരു സൈഡിൽ കരയുന്നു. അങ്ങനെ ഇപ്പൊ ഒരു കരച്ചിൽ പരമ്പര തന്നെ ആയിട്ടുണ്ട് ബിഗ് ബോസ് വീട് ഇപ്പോൾ. അപ്പൊ ഇനി എനിക്ക് തോന്നണം ഇപ്പൊ ജാസ്മിന്റെ ഇപ്പോഴത്തെ കറണ്ട് ഒരു അവസ്ഥ പറഞ്ഞ ജാസ്മിൻ ഗബ്രിനെ ഒരു പരിസരത്തേക്ക് പോയിട്ട് 7 അയൽവക്കത്ത് പോലെ അടുപ്പിക്കില്ല. ഇപ്പൊ പലർക്കും തോന്നിയേക്കാം, അതായത് ഇപ്പൊ ഈ ഒരു ജാസ്മിൻ പുറത്ത് കിടക്കുന്ന പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, അറിഞ്ഞിട്ടുണ്ട് പുറത്ത് കിടക്കുന്ന പല കാര്യങ്ങളും. ഈ ഒരു കോംബോ എന്ന് പറയുന്നത് കട്ട നെഗറ്റീവാണ് പുറത്തുനിന്നും. അതേപോലെ തന്നെ നിങ്ങളെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സംഭവം ഫുള്ള് ഏകദേശം നമ്മുടെ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞേക്കണത് പലരും വിചാരിക്കും ഇതെന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ്, പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ അകത്തറിയുന്നത് തെറ്റല്ലേ എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. അത് ഒരു കണക്കിന് പറഞ്ഞാൽ തെറ്റാണ്, പക്ഷെ വേറൊരു കണക്കിന് നോക്കണേ എനിക്ക് അതെന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് നല്ലൊരു കാര്യമായിട്ട് ഞാൻ പറയാം. അതൊരു നല്ലൊരു കാര്യമൊന്നും കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കിടക്കുന്ന ഈ ഒരു സാധനം ഇവരെ അറിഞ്ഞില്ലെങ്കിൽ ഇവരുടെ ഈ വെറുപ്പിക്കൽ പിന്നെ നമ്മൾ തന്നെ കണ്ടിരിക്കണം. എന്ത് കാര്യം ഇരിക്കണം ഇവരുടെ ഈ വെറുപ്പിക്കലും കണ്ടിരിക്കുന്നത്. ജാസ്മിൻ ആണെങ്കിലും ഒരു ഗെയിമർ, ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ ആയിട്ട് നോക്കണമെങ്കിൽ ജാസ്മിൻ ഒരു അത്യാവശ്യം നല്ലൊരു ഗെയിമർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ജബ്രി എന്ന് പറഞ്ഞ ഒരു കോമ്പോനകത്തേക്ക് അങ്ങോട്ട് വരുമ്പോഴില്ല. ഇവർ രണ്ടുപേരും ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും നല്ല തൊലിഞ്ഞൊരു കോംബോ ആയിട്ടാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും ഇപ്പൊ ഈ ഒരു നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞതോടെ തന്നെ ജാസ്മിൻ എന്തൊക്കെയോ അവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. ഇത്രമാത്രം പൊട്ടിത്തെറിക്കാനും അതേപോലെ ഇത്രമാത്രം അങ്ങോട്ട് തകർന്നു പോകാൻ മാത്രമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. കാര്യം ഇവരുടെ ആ ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി രണ്ടാമത്തെ ദിവസം തുടങ്ങിയ ഒരു കോംബോ ആണ്. ഇപ്പൊ നമ്മൾ സാധാരണ കോംബോകളൊക്കെ നോക്കണമെങ്കിൽ ഒരു കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കോംബോയൊക്കെ ആവണം. ഇവർ തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ കോംബോ ആയി. അങ്ങനത്തെ ഒരു കോംബോ പുറത്ത് ഭയങ്കര രീതിക്ക് പോസിറ്റീവ് ആവുമെന്ന് ചിന്തിച്ച ഈ ജാസ്മിന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. ഇപ്പൊ ജാസ്മിൻ അവിടെ കിടന്ന് കരഞ്ഞു വിളിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതെന്ന് പറഞ്ഞ ഇപ്പൊ അച്ഛന് സംഭവിച്ച ഇങ്ങനെ പല കാര്യങ്ങൾ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഓർത്തിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഞാനിത് ചെയ്തതെല്ലാം പുറത്ത് നെഗറ്റീവ് ആണല്ലോ എന്നോർത്തിട്ടാണ് ജാസ്മിൻ സങ്കടപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ഒരാവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നിങ്ങൾ കയ്യിലിരിപ്പോണ്ട് നിങ്ങൾ വരുത്തി വെച്ചതാണ് ഈ നെഗറ്റിവിറ്റി ആണെങ്കിലും ഈ വെറുപ്പിക്കലാണെങ്കിലും. കാര്യം നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത് അതൊക്കെയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണിച്ചു കൂട്ടി 4 മണി വരെ ഇരിക്കലാണെങ്കിലും ഈ അതേപോലുള്ള പല കലാപരിപാടികളാണെങ്കിലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരും അവർ തമ്മിൽ എന്തൊരു ക്യൂട്ടാണ്, അവർ തമ്മിൽ എന്തൊരു പ്രണയത്തിലാണ്, അവർ തമ്മിൽ ഫ്രണ്ട്സാണ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നതെന്നാണ് ഈ ജാസ്മിൻ ആണെങ്കിലും ആരാണെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി ആണെങ്കിലും. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഇത്തിരിയെങ്കിലും ഒരു ബോധം വേണം, പുറത്ത് എന്തായിരിക്കും ഞങ്ങളെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്നൊരു ഇത്തിരി ബോധം വേണം. ഇതൊന്നും ഇല്ലാത്തവർ അതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ടിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നുണ്ട് എല്ലായിടത്തും ക്യാമറകളാണ്. ഇതൊന്നും അറിയാണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. അതായത് 10-70 ക്യാമറ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നെല്ലാം അറിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഉള്ളിൽ പോയത്. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണല്ലോ പാതിരാത്രി 4 മണി വരെ അവിടെ ഇരുന്നതും പല രീതിക്കുള്ള പരിപാടിയൊക്കെ അവിടെ നടത്തിയതും. അപ്പൊ ഇതൊക്കെ അവിടെ നടത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് അവിടെ ക്യാമറകളാണ് ചുറ്റും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ, എനിക്ക് നിന്ന് തിരിയാൻ പറ്റുന്നില്ലേ, കിടക്കാൻ പറ്റുന്നില്ലേ, ഇരിക്കാൻ പറ്റുന്നില്ലേ, ഓടാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂട്ടി തീ പിടിച്ച പോലെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതവിടെ നടക്കട്ടെ. അപ്പൊ എന്തായാലും ജാസ്മിൻ ക്വിറ്റ് ചെയ്യൂ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്തായാലും ക്വിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇതുവരെ കേൾക്കുന്നത്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ.